ഹായ്, ഗുഡ് ഈവനിങ് ഓൾ. മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ പോസ്റ്റ് മാർക്കറ്റ് ആൻഡ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്താണോ നമ്മൾ ഇന്നലെ നമ്മുടെ പ്രീ മാർക്കറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഏകദേശം ആ ലെവലുകളൊക്കെ തന്നെ റെസ്പെക്റ്റ് ചെയ്തു ഇല്ലേ, കറക്റ്റ് കണ്ടാൽ നോക്കി എന്ന് ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ആവർത്തന വിരസമായിട്ട് തോന്നും. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പറ്റും, വരയ്ക്കുന്ന ലെവലൊക്കെ കൃത്യമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ, അല്ലാതെ നമ്മൾ കൈ നിട്ടൊന്നും പറയുന്നില്ലല്ലോ. എനിവേ, അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന അവസാന നിമിഷം നമ്മൾ ഒരു സി ഹോൾഡ് ചെയ്തിരുന്നില്ലേ. ആ സി ഹോൾഡ് ചെയ്തു, അത് നമുക്കൊരു നല്ല പ്രോഫിറ്റ്, ഒരു 40 പോയിൻറ്റോളം പ്രോഫിറ്റ് നമുക്ക് രാവിലെ കിട്ടി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ഒരു ചാടിക്കളി ഉണ്ടായിരുന്നെങ്കിലും നമ്മൾ വരച്ച ലൈൻ്റെ മുകളിൽ തന്നെ എന്ത് ചെയ്തു, നമ്മളിതായിരുന്നു ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് നമ്മൾ പ്രതീക്ഷിച്ചല്ലേ. ഇതിനകത്ത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് അപ് ട്രെൻഡാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അതുപോലെ തന്നെ സംഭവിച്ചു. അതിൻ്റെ മുകളിൽ നമുക്കൊരു ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി. അപ്പോൾ ക്ലോസിങ് കിട്ടിയതിന് ശേഷം ഇനി ഇവിടുന്ന് മാർക്കറ്റ് മേലോട്ട് പോകും എന്നുള്ളതായിരുന്നു നമ്മുടെ ധാരണ. അങ്ങനെയാണ് നമ്മൾ ചിന്തിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഈ ഫസ്റ്റ് ക്യാൻഡിൽ ഈ സെക്കൻഡ് ക്യാൻഡിൽ തേർഡ് ക്യാൻഡിൽ നമ്മുടെ ഇന്നലത്തെ BTST നമ്മൾ വിറ്റ് പൈസയാക്കി ഇല്ലേ. അതിന് ശേഷം നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തു. നമുക്കൊരു സാധ്യതയാണ് നമ്മളിവിടെ കണ്ടത്. അതായത് ഈ സെക്കൻഡ് ക്യാൻഡിൽ ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ ഹൈയിൽ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സാധനം വിറ്റു. അതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഒരു റിവേഴ്സൽ വന്നു ഇല്ലേ. ഇങ്ങനെ ഒരു റിവേഴ്സൽ വന്നപ്പം നമ്മൾ മാർക്കറ്റ് ഇവിടുന്ന് പൊട്ടും എന്നുള്ള ഒരു ധാരണയായിരുന്നു. ഞാനപ്പോൾ പറഞ്ഞിട്ട് ഇതിൻ്റെ ഹൈ ആണ്, നമുക്കൊരു SL ഇട്ട് വേണമെങ്കിൽ നമുക്കിവിടെ ഒരു PE ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങനെ ഒരു PE ട്രൈ ചെയ്തു. നമ്മൾ PE കോൾ എടുത്തെങ്കിലും മാർക്കറ്റ് പിന്നെയും താഴെ വന്നിട്ട് നേരെ റിവേഴ്സലായി ഇല്ലേ. റിവേഴ്സലായിട്ട് മാർക്കറ്റ് മേലോട്ടൊരു അപ് ട്രെൻഡ് കാണിച്ചു. ഈ അപ് ട്രെൻഡ് കാണിച്ചപ്പോഴും നമ്മൾക്ക് നമ്മുടെ ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്യൂച്ചറിനകത്തിലും ഒരു അപ് ട്രെൻഡാണ് നമ്മൾ കണ്ടത്. ആ അപ് ട്രെൻഡ് കണ്ടെങ്കിലും 13,250 കടക്കാൻ കുറേ ബന്ധപ്പെട്ടു ഫ്യൂച്ചർ. അപ്പോൾ ഈ 13,250 കടക്കാൻ ബന്ധപ്പെടുന്നത് കൊണ്ട് എന്താ കുഴപ്പം പറഞ്ഞാൽ അവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ച് നമ്മുടെ പ്രീമിയം ചെറുതായിട്ടെങ്കിലും ഫസ്റ്റ് ഡേ ആണെങ്കിലും നമ്മുടെ പ്രീമിയം ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യുന്നു, DK അവിടെ സംഭവിക്കുന്നുണ്ട്. അപ്പം നമ്മൾ സ്പോട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം ഇവിടുന്ന് ഫോർത്ത് ക്യാൻഡിൽ നല്ലൊരു ഗ്രീൻ ക്യാൻഡിൽ തന്നു. എപ്പോഴും നമ്മുടെ റേഞ്ചിനകത്താണ്. ഇത്രയും വലിയ ഗ്രീൻ ക്യാൻഡിൽ തന്നെങ്കിലും ഫ്യൂച്ചർ മൂവ് ചെയ്യാത്തതുകൊണ്ട് ഇതിപ്പോൾ എത്ര, ഒന്നാമത്തെ, രണ്ടാമത്തെ, നാലാമത്തെ ഒരു 1, 2, 3, 4 ഈ നാലാമത്തെ ക്യാൻഡിലാണ് നമ്മളിപ്പോൾ അവിടെ അപ്പുറത്ത് കണ്ട ആ ക്യാൻഡിൽ. ഇതിന് ശേഷം ഫ്യൂച്ചർ മേലോട്ട് എങ്ങോട്ടും പോയിട്ടില്ല. ഈ നാലാമത്തെ ക്യാൻഡിലിന് ശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്യൂച്ചർ മേലോട്ട് പോകും, താഴോട്ട് വരും, മേലോട്ട് പോകും, താഴോട്ട് വരും. ഇവിടെ നോക്കിക്കേ, അതേസമയം ഇതുപോലെ തന്നെ ഇവിടെ സംഭവിച്ചു അല്ലേ. നേരെ താഴോട്ട് വന്നു, പിന്നെ കുറച്ച് മേലോട്ട് പോയി, പിന്നെ ഇവിടുന്ന് റിജക്ഷൻ വന്നു. അപ്പോൾ ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ച് മാർക്കറ്റിന് ആക്ച്വലി ഒരു ഡയറക്ഷൻ ഇല്ല. മാർക്കറ്റിനൊരു ഡയറക്ഷൻ ഇല്ലാതാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. കാരണം മാർക്കറ്റിലൊരു മൊമെൻറ്റം കാണാനില്ല. ഓക്കെ, മാർക്കറ്റിനകത്ത് എപ്പോഴും ഒരു ഭീതി നിൽക്കുക. ഇപ്പം പൊട്ടുമോ എന്നുള്ളൊരു ഭീതി നിൽക്കുന്നതുകൊണ്ട് മാർക്കറ്റിൻ്റെ ഒരു കടന്നൊരു മുന്നേറ്റം മാർക്കറ്റിന് നടത്താൻ സാധിക്കുന്നില്ല. കാരണം ഇങ്ങനൊരു ഭീതി നിൽക്കുന്നതുകൊണ്ടാണ്. ഇത്രയും ഓൾ ടൈം ഹൈ നിൽക്കുന്നു, നിഫ്റ്റി പെർഫോം ചെയ്യുന്നില്ല, ബാങ്ക് നിഫ്റ്റി പെർഫോം ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഏരിയയിലായതുകൊണ്ട് ഒരു മാർക്കറ്റ് ഒരു ടെൻഷനിലാണ്. പ്രത്യേകിച്ച് നമ്മൾ റീറ്റെയിലേഴ്സ് എല്ലാവരും ടെൻഷനിലാണ്. ഏത് നിമിഷം ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് വരും എന്നുള്ളൊരു ഭീതി മാർക്കറ്റ് നിൽക്കുന്നത് കൊണ്ട് മാർക്കറ്റ് ഒരു പരിധി വിട്ട് മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ അതിന് ശേഷം ഇവിടെ നമുക്ക് ഇവിടുന്ന് ഒരു റിവേഴ്സൽ വന്നതിന് ശേഷം അതിൻ്റെ അടുത്ത ക്യാൻഡിലും വീണ്ടും ഒരു റിവേഴ്സൽ വന്നു. ഈ റിവേഴ്സൽ ക്യാൻഡിൽ ഈ ക്യാൻഡിൽ കണ്ടപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ചോദിച്ചു, ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ അല്ലേ, അപ്പോൾ നമുക്കിവിടുന്ന് മാർക്കറ്റ് ഇനി മുകളിലോട്ടല്ലേ പോകൂ എന്നൊരു ആശയം പങ്കുവച്ചു. ആ സ്റ്റുഡൻറ്റ് പറഞ്ഞ കാര്യം 100% കറക്റ്റാണ്. ഇതൊരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലാണ്, ശരിയാണ്. ഓക്കെ, അതായത് ഈ ഒരു നല്ല ക്യാൻഡിൽ വന്നു, അതിനുശേഷം റെഡ് ക്യാൻഡിൽ വന്നെങ്കിലും ഇതിൻ്റെ 50% പോലും അത് കവർ ചെയ്തില്ല. അതിനുശേഷം വീണ്ടും അവിടെ ഒരു സെല്ലിംഗ് പ്രഷർ വന്നെങ്കിലും ഇവിടുന്ന് ശക്തമായി ബയേഴ്സ് എന്ത് ചെയ്തു, അവിടെ നിന്നുള്ള മൊമെൻറ്റം മുകളിലോട്ട് കൊണ്ടുപോയി നല്ലൊരു ബൈയിങ് ഇവിടെ നടത്തി മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവിടെ ഇത്രയും വരെ റെഡ് വന്നെങ്കിലും പിന്നെ ഒരു ബുള്ളിഷ് റിവേഴ്സൽ ക്യാൻഡിലായിട്ടാണ് മാറി. ഇതിനെ നമുക്ക്
ഹാമർ എന്ന് പറയാൻ, ബുള്ളിഷ് ഹാമർ എന്ന് പറയാൻ പറ്റത്തില്ല, പിന്നെ ഡോജി എന്ന് പറയാൻ പറ്റത്തില്ല, സ്പിന്നിങ് ടോപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല, അല്ലെ ഡ്രാഗൺ ഫ്ലൈ എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അല്ലാതെ എന്തോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ട് വിളിക്കുക. എന്തായാലും ഇതൊരു ഒരു ബുള്ളിഷ് റിവേഴ്സൽ സൈനാണ് ഈ ക്യാൻഡിൽ കൊണ്ട് കാണിക്കുന്നത്. പക്ഷേ നമ്മളൊരു കാര്യം ചിന്തിക്കണം, ഈ ഒരു സൈൻ വന്നെങ്കിലും മാർക്കറ്റ് ഓൾറെഡി ഇത്രയും കയറി ഇല്ലേ. നമ്മളെപ്പോഴും ഒരു ക്യാൻഡിലിനെ ആശ്രയിച്ച് ട്രേഡ് എടുക്കുമ്പം നമ്മളെപ്പോഴും വിചാരിക്കേണ്ട ഒരു കാര്യം, മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ വാച്ച് ചെയ്യണം. ഓക്കെ, ഏത് ക്യാൻഡിൽ വന്നോട്ടെ, ഏത് പാറ്റേൺ രൂപപ്പെട്ടോട്ടെ, പക്ഷെങ്കിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മാർക്കറ്റിൻ്റെ ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ് എന്താണ്? ബെയറിഷ് ടോണിലാണോ, ബുള്ളിഷ് ടോണിലാണോ, അതോ ഒരു ന്യൂട്രൽ സ്റ്റേജിലാണോ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് നമ്മൾ ആദ്യം ചിന്തിക്കണം. എന്നിട്ട് മാത്രമേ നമ്മൾ ക്യാൻഡിലുകളോ പാറ്റേൺസുകളോ നമ്മൾ ട്രേഡിനകത്തിൽ അപ്ലൈ ചെയ്യാവൂ. അത് ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. ഇതിപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബിഗിനർ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ബുള്ളിഷ് റിവേഴ്സലാണ്. അതുകൊണ്ട് ഞാനിവിടെ ഒരു കോൾ എടുക്കുമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് ക്യാൻഡിൽ പോയി നേരെ തിരിച്ചു വന്ന് നേരെ മാർക്കറ്റ് നേരെ അടവെള്ളം പൊട്ടി നേരെ തിരിച്ച് താഴോട്ട് വന്നു. കണ്ടോ? അപ്പോൾ നമ്മളെന്ത് ചെയ്യും? ഇവിടെ പാനിക്കാവും, നമ്മുടെ സെല്ലടിക്കും, നമ്മുടെ പൈസ നമുക്ക് നഷ്ടം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് നമ്മൾ മനസ്സിലാക്കണം. ഇവിടുന്ന് ഒരു ബുള്ളിഷ് റിവേഴ്സൽ വന്നെങ്കിലും നമുക്ക് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് എന്തുവാ? ന്യൂട്രലാണ്. അതിൽ ഏത് നിമിഷം പൊട്ടും എന്ന രീതിയിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിയിൽ തന്നെ മാർക്കറ്റ് തിരിച്ച് വരും, ഒരു റിവേഴ്സൽ ഉണ്ടാകും എന്നുള്ള ഒരു കൺസെപ്റ്റിൽ എത്തിയത്. ഇപ്പം ഞാൻ മനസ്സിലായി. അപ്പം ആ സ്റ്റുഡൻറ്റ് പറഞ്ഞ കാര്യം വളരെ കറക്റ്റാണ്. ഇത് ഒരു ബുള്ളിഷ് റിവേഴ്സലാണ്. പക്ഷെങ്കിൽ ഇതിൻ്റെ സിനാരിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സ് ന്യൂട്രലാണ്. മാർക്കറ്റ് മുകളിലോട്ട് ക്യാപ്ഡാണ്. മാർക്കറ്റ് മുകളിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചേ, നമ്മൾ വരച്ച 13,228 ആ റേഞ്ച് വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? കറക്റ്റ് തിരിച്ച് നേരെ റിവേഴ്സ് വന്നു ഇല്ലേ. നേരെ റിവേഴ്സ് വന്നിട്ട് അവിടുന്ന് പിന്നെയും കുറേ നേരം ആടി കളിച്ചിട്ട് പിന്നെയും കുറച്ച് നേരം മേലോട്ട് പോയി, പിന്നെ താഴോട്ട് വരുന്നു, പിന്നെ മേലോട്ട് പോകുന്നു, പിന്നെ താഴോട്ട് വരുന്നു, പിന്നെ ഇവിടെ വരെ വന്ന ശേഷം പിന്നെ ഒരു ലോവർ ഹൈ ഫോർമേഷനാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഇത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മാർക്കറ്റ് പതുക്കെ താഴോട്ട് ഗ്രൈൻഡ് ചെയ്ത് വരികയാണ്. ഇത് മാത്രമല്ല, ഇതുപോലെ ഇത്രയും പെർഫോം ചെയ്തതുപോലെ തന്നെ നമ്മുടെ ഫ്യൂച്ചറോട് നമ്മൾ ചെക്ക് ചെയ്യണം. ഫ്യൂച്ചറിനകത്ത് അത്രയും ഒരു ട്രെൻഡ് ഉണ്ടായില്ല ഇല്ലേ. ഒരു ചെറിയ മൂവ്മെൻറ്റ് മാത്രമേ ഇത് ഓക്കെ. ഇവിടെ ഇത്രയും ഇങ്ങനെ മൂവ്മെൻറ്റ് ഒരു ഇത്രയും ഒരു റേഞ്ചിലാണ് ഫ്യൂച്ചർ കളിച്ചത്. പക്ഷേ എങ്കിൽ ഇനി സ്പോട്ടിൻ്റെ ഫ്യൂച്ചർ റേഞ്ച് നോക്കി ഒരു വലിയ റേഞ്ചാണ് അല്ലേ, ഒരു വലിയ റേഞ്ചിലായിരുന്നു കളിച്ചത്. അപ്പം നമ്മളെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ കയ്യിലുള്ള പ്രീമിയം എപ്പോഴും മൂവ് ചെയ്യുന്നത് ഫ്യൂച്ചറിൻ്റെ മൂവ്മെൻറ്റിനെ ആശ്രയിച്ചിരിക്കും. ഓക്കെ, നമ്മളത് മറന്നുപോലെ. സ്പോട്ട് എത്ര ഓടിക്കളിച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിരിക്കുന്ന പ്രീമിയം അനങ്ങത്തില്ല. നമ്മുടെ പ്രീമിയം വീഴണമെങ്കിലോ കയറണമെങ്കിലോ എപ്പോഴും ഫ്യൂച്ചർ മൂവ് ചെയ്യുന്നെങ്കിൽ മാത്രമേ നമ്മൾക്ക് നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രീമിയം അപ്രീസിയേഷൻ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും അത് മറന്നു പോകരുത്. എപ്പോഴും നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ, ഒറ്റയ്ക്ക് ട്രേഡ് എടുക്കുന്നവരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഫ്യൂച്ചർ നോക്കണം. ഫ്യൂച്ചറിനകത്തിലെ മൂവ്മെൻറ്റ്സും നോക്കിയിട്ട് മാത്രമേ നമ്മളൊരു ട്രേഡിനകത്തിൽ എൻട്രി എടുക്കാവൂ. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ സംഭവം കാര്യങ്ങൾ പറഞ്ഞത് ഏകദേശം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ കയ്യിൽ ഒരു പി ഉണ്ട്. നാളെ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഒരു മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്സും ഗ്ലോബൽ സെൻറ്റിമെൻറ്റ്സും ഒക്കെ നെഗറ്റീവാണ്. അപ്പം നാളെ എന്ത് സംഭവിക്കുന്നു, നാളത്തെ കാര്യം നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും നമുക്ക് നാളെ എന്ത് സംഭവിക്കുന്നുള്ള പ്രോബബിലിറ്റി നമുക്ക് നോക്കാം. നാളെ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഒന്ന് നോക്കാം. സാധ്യതകൾ മാത്രമാണ് ഈ പറയുന്നത്. അത് ചിലപ്പം തെറ്റായി പോകാം എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇത് ഇന്നത്തെ മാർക്കറ്റാണിത്. ഇതിനകത്തിൽ നമുക്ക് ഈ ലൈന് ഈ വാലിഡിറ്റി കഴിഞ്ഞു. ഓക്കെ, ഇത് നമുക്ക് ഒരു അടുത്ത നെക്സ്റ്റ് റെസിസ്റ്റൻസ് നമുക്ക് ഇതിനെ അങ്ങനെ കണക്കാക്കാം. ഓക്കെ, അതിനുശേഷം നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് മേലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരിക്കും, ഇതിങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ, മാർക്കറ്റ് ഈ റേഞ്ചിനകത്താണ് ഓപ്പൺ ആകുന്നതെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കിയിരിക്കണം. അല്ലെങ്കിൽ ഇവിടുന്ന് നേരെ തിരിച്ചു വരാൻ നോക്കിയിരിക്കണം. ഇനിയും മാർക്കറ്റ് ഇവിടുന്ന് താഴോട്ടാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് ഒരു സിനാരി കിട്ടും. നമുക്കിത് ഇങ്ങനെ തന്നെ, ഒന്ന് രണ്ട് ഇതിങ്ങനെ തന്നെ പോട്ടെ. ഓക്കെ, അടുത്തത് നമുക്ക് 3 എപ്പോഴും എനിക്ക് താഴോട്ടാണ് ട്രെൻഡ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇനിയും വരയ്ക്കുവാണെങ്കിൽ ഇത് ആഡംബരമായി പോകും. ഓക്കെ, എന്നെ ഫേസ്ബുക്കിനകത്തിലാണെങ്കിൽ ആരോട് കളിക്കുക, ചേട്ടൻ്റെ ആരോ മേലോട്ടുള്ള ആരോ താഴോട്ടുള്ള ആരോടെ പോസ്റ്റാണ് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിലുള്ളതെല്ലാം നമുക്ക് കൊടുക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ കയ്യിലില്ലാത്ത നമുക്ക് കൊടുക്കാൻ പറ്റുമോ? ഓക്കെ, അപ്പം ഇതാണ് ഇന്നത്തെ സിനാരിയോ.
മാർക്കറ്റ് ഇവിടുന്ന് ഇതിനകത്ത് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് ബ്രേക്ക് ചെയ്യുന്നു നോക്കിയിട്ട് മാത്രം നമുക്കൊരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ. താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് താഴോട്ട് എടുക്കാം, അല്ല ഇത് ബ്രേക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ മേലോട്ട് എടുക്കാം. മേലോട്ട് എനിക്കൊരു അപ്സൈഡ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല, കാരണം മുകളിലോട്ട് പോയാലും നമ്മുടെ മാർക്കറ്റ് ക്യാപ്ഡാണ്. ഓക്കെ, ഒരു പരിധി വിട്ട് മാർക്കറ്റ് മേലോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. 12 അല്ല പിന്നെ 12,260 ബ്രേക്ക് ചെയ്ത് നല്ലൊരു മൊമെൻറ്റം കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ ഫർദർ മൂവ് പോകത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രെൻഡ് ലൈൻ വരെ മാർക്കറ്റ് എത്തും. ഓക്കെ, ഇതാണ് നാളത്തെ സിനാരിയോ. അപ്പം നിങ്ങൾ എല്ലാവരും ചാർട്ടുകൾ പഠിക്കാൻ ശ്രമിക്കുക, ലെവലുകൾ നിങ്ങളുടെ ചാർട്ടിനകത്ത് വരച്ച് വെക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടി യൂട്യൂബിൽ എന്നെ കാണുന്നവർക്ക് വേണ്ടി ഞാനൊരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്യാം. എല്ലാ ദിവസവും ഞാൻ എന്നും രാവിലെ നമുക്കിതിൻ്റെയുള്ള ലെവലുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇടയ്ക്ക് എന്തെങ്കിലും അപ്ഡേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലെവലുകൾ അവിടെ കൊടുക്കുന്നുണ്ട്. ഇന്ന് കൊടുത്ത ലെവലുകൾ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നാളെ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.